നമസ്കാരം. രാവിലത്തെ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയ്ക്ക് നിന്ന് കറി ഉണ്ടാക്കാൻ ആർക്കാണല്ലേ സമയം? അങ്ങനെയാണെങ്കിൽ തലേ ദിവസം തന്നെ കുക്കറിലെല്ലാം വെച്ച് വേവിച്ച് പിറ്റേ ദിവസം കുറച്ച് കടുക് വറുത്ത് താളിച്ചു വെച്ചാൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റന്റ് മുട്ടക്കറി അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയാലോ? രാവിലത്തെ സമയം ലാഭിക്കാൻ ഇതിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടക്കറി വേറെ ഇല്ല. അപ്പൊ ഇനി എന്തൊക്കെ വേണമെന്ന് നമുക്കൊന്ന് നോക്കാം. 3 സവാള അരിഞ്ഞത് നമുക്ക് എടുക്കാം. കൂട്ടത്തില് 3 ചെറിയ എരിവുള്ള പച്ചമുളക് കൂടി ഞാൻ എടുക്കുന്നുണ്ടേ. ഇനി 4 പൊട്ടറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് കൂടി നമുക്ക് എടുക്കാം. ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ട് 3 പട്ട, 1 ഏലക്ക, തക്കോലം 1, ഗ്രാമ്പൂ 2 എണ്ണം. അങ്ങനെ നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന്റെ മുട്ടക്കറിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ തലേന്ന് തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു കുക്കർ എടുത്ത് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കുക്കർ നല്ലപോലെ ചൂടാകുമ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മസാലക്കൂട്ടെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാള എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്നൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത് ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിന്റെ എണ്ണ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി പച്ചമുളകും ചേർത്ത് കുറച്ചൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഇനി ഇതിലോട്ട് കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കറിക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇവിടുത്തെ കുക്കറിൽ 4 വിസിലിന് പൊട്ടറ്റോ ഒക്കെ നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ. വിസിലടിച്ച് കഴിയുന്നതോടെ നമ്മുടെ രാത്രിയിലെ പണി തീർന്നു. ഇനി ഇതിലോട്ട് ഇനി ഒരു പണിയുമില്ല. അങ്ങനെ 4 വിസിലടിച്ചു കേട്ടോ. ഇപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് തുറന്നു നോക്കാനൊക്കെ തോന്നും, പക്ഷെ തുറന്നു നോക്കരുത്. ഇനി ബാക്കി പണിയെല്ലാം നാളെ രാവിലത്തേക്കേ ഉള്ളൂ. ഇത് പിറ്റേ ദിവസം രാവിലെ കേട്ടോ. ഇനി കുക്കറൊക്കെ ഒന്ന് തുറന്നു നോക്കി എല്ലാം ഒന്ന് വെന്തോ നോക്കി നോക്കാം. വേണ്ടേ, എല്ലാം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കറിയിൽ കിടക്കുന്ന പൊട്ടറ്റോ എല്ലാം ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. എല്ലാം വേണ്ട, കുറച്ച് മാത്രം മതി കേട്ടോ. ഇത് കറിക്ക് കുറച്ചുകൂടെ കൊഴുപ്പും രുചിയും കൂടാൻ വേണ്ടിയിട്ടാണേ. ഈ സമയത്തൊന്നും ഞാൻ കുക്കറിൽ തീ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി കറിക്ക് ആവശ്യമായ തേങ്ങാപ്പാൽ റെഡിയാക്കാം. ഇവിടെ തേങ്ങാപ്പാലിന് പൊടി ഉള്ളതുകൊണ്ട് ഞാൻ പൊടി വെച്ചാണ് കേട്ടോ തേങ്ങാപ്പാൽ എടുക്കുന്നത്. ആവശ്യത്തിന് കോക്കനട്ട് പൗഡർ എടുത്തിട്ട് അതിലോട്ട് കുറേശ്ശെയായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ലൂസാക്കി എടുത്താൽ മതി. തേങ്ങാപ്പാൽ റെഡിയായി. ഇങ്ങനെ അല്ലെങ്കിൽ കുറച്ച് തേങ്ങ എടുത്തിട്ട് കുറച്ച് കുതിർത്ത കശുവണ്ടിയും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ച് അതും നമുക്ക് ഈ കറിയിൽ ഒഴിച്ച് യൂസ് ചെയ്യാം കേട്ടോ. തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറിയിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇനി തീ ഓൺ ചെയ്ത് നമുക്ക് ഈ കറി ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയം കറി കുറച്ച് തിക്കായിട്ട് തോന്നുവാണെങ്കിൽ നമ്മുടെ കറിക്ക് ആവശ്യമായ തിളച്ച വെള്ളം കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ കറി ചെറുതായിട്ടൊന്ന് തിളച്ചു വരുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത ഉടനെ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവും. ഇനി ഇതിലോട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ദാ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മുട്ടയ്ക്ക് അകത്തോട്ടും നമ്മുടെ മസാലയൊക്കെ കയറും കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്തിട്ട് 1 നുള്ള ഗരം മസാല പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടായാൽ നമ്മുടെ കറി റെഡിയായി. നമുക്ക് ഈ കറി അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് കടുക് താളിച്ചൊഴിച്ചാൽ മാത്രം മതി കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിച്ചിട്ട് അതിലോട്ട് കുഞ്ഞുള്ളി അരിഞ്ഞതും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി ഒരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4-5 വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കൂട്ടത്തിൽ ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാമേ. ഉള്ളിയെല്ലാം നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ആ കടുക് വറവലിന്റെ മണവും ടേസ്റ്റും ഒക്കെ കറിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1-2 സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കാം. ബിസി മോർണിംഗിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ളൊരു മുട്ടക്കറി റെഡിയായി. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല കുറുകിയ ഗ്രേവിയും നല്ല ടേസ്റ്റുള്ള മുട്ടക്കറി ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലേ?
ഞാൻ കാണിച്ചു തന്ന പോലെ തലേ ദിവസമേ എല്ലാം സെറ്റ് ചെയ്താൽ രാവിലെ എഴുന്നേറ്റ് ചായക്ക് വെച്ച വെള്ളം തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മുട്ടക്കറി റെഡിയാവും. ഈ കറി ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ മാത്രമല്ല, ഉച്ചക്കലത്തെ ലഞ്ചിന്റെ കൂടെ നമുക്ക് ഈ കറി കഴിക്കാം കേട്ടോ. അതുവരെയും ഈ കറി കേടാവത്തേ ഇല്ല. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, രാത്രി നമ്മൾ കുക്കറിൽ വേവിച്ച് കഴിയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ കുക്കർ തുറന്നു നോക്കുകയോ ഒന്നും ചെയ്യരുത്. ആ കുക്കർ അതേപടി തന്നെ തുറക്കാതെ പിറ്റേ ദിവസം രാവിലെ മാത്രമേ നമ്മൾ തുറക്കാൻ പാടുള്ളൂ. അങ്ങനെ പാലപ്പത്തിന്റെ കൂടെ ഇടിയപ്പത്തിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ക്രീമി ആയിട്ടുള്ള മുട്ടക്കറി റെഡിയായി. ഇതിന്റെ ഒരു തുള്ളി പോലും നമ്മൾ കളയില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാ. അപ്പൊ ഇതുപോലെ ബിസി മോർണിംഗിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള 1-2 ബ്രേക്ക്ഫാസ്റ്റ് കറികളായിട്ട് വീണ്ടും കാണാം. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കും കേട്ടോ.